നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സൗജന്യ വനിതാ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിച്ചു. തലക്കടത്തൂർ വിങ്സ് കൾച്ചർ ക്ലബ്ബും ഇസാഫ് ഫൗണ്ടേഷനും സംയുക്തമായി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്കായി LED ബൾബ് നിർമ്മാണ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിച്ചു. കലാകായിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായ വിങ്സ് കൾച്ചറൽ ക്ലബ്ബ് വനിതകളെ സാമ്പത്തിക സ്വയം പര്യാപ്തമാക്കുന്നതിനും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടി വനിതകളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസാഫ് ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന സ്കിൽ ലീപ് പദ്ധതിയുടെ ഭാഗമായി WCC ക്ലബ് തിരഞ്ഞെടുത്ത 50 വനിതകളാണ് ഈ പദ്ധതിയിലൂടെ വിദഗ്ധ പരിശീലനം നേടിയത്. പരിശീലനം നേടിയ വനിതകളെ അടുത്ത ഘട്ടത്തിൽ സംരംഭക രജിസ്ട്രേഷനും സംരംഭക യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും സാങ്കേതിക സഹായം നൽകും. തലക്കടത്തൂർ വിങ്സ് കൾച്ചറൽ ക്ലബ് ഹാളിൽ വെച്ച് നടത്തിയ സംരംഭകത്വ പരിശീലനവും സാന്ത്വന മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ബഹുമാനപ്പെട്ട തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ വനിതാ സംരംഭകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇസാഫ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് C അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ WCC ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, യുവ സംരംഭക ആയിഷ റിഫ്ന, ക്ലബ് ട്രഷറർ ഹഫീസ് ഫൈസൽ, ഇസാഫ് ബാങ്ക് സോഷ്യൽ ഇനിഷ്യേറ്റീവ് മാനേജർ സ്മൃതി V തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ പ്രശസ്ത LED സോളാർ സ്കിൽ ട്രെയിനർ ശ്രീ KVM മുഹമ്മദ് മജീദ്, പ്രശസ്ത സൈക്കോളജിസ്റ്റ് ശ്രീ മൻസൂർ K തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. WCC ക്ലബ് സെക്രട്ടറി റമീഷ് റഹ്മാൻ നന്ദി അറിയിച്ചു. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ഞങ്ങളുടെ വ്യക്തിത്വങ്ങളുണ്ട്, 2 മെമ്പർമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഇല്ല. കൂടാതെ ഇവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, നാട്ടുകാർ, ഞങ്ങളുടെ GCC മെമ്പർമാർ, അവരെയൊക്കെയാണ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അവർക്ക് ഏതായാലും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രോഗ്രാമിലേക്ക് നമ്മൾ ബന്ധപ്പെട്ടതും അതുപോലെ അദ്ദേഹം എത്തിച്ചേർന്നതും അതിലുപരി അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലി മേഡം ഏതാനും നിമിഷങ്ങൾ അവരോട് എത്തിച്ചേരും. WCCയുടെ മുഹമ്മദ് ബഷീർ സാർ ഏകദേശം വീടുകളിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി എന്നും വീട് വൃത്തിയാക്കുക, ക്ലീനാക്കുക, മക്കളെ കൊണ്ടുപോവുക, മക്കളെ സംരക്ഷിക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാറി എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താനും എനിക്ക് എൻ്റേതായിട്ടുള്ള സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ പോലെ എനിക്കും സമൂഹത്തിൻ്റെ അതിൻ്റേതായ മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് വന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരാണ് മുന്നിലുള്ളത്. ഇവരിന്ന് രാവിലെ മുതൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. സംരംഭകരാക്കി മാറ്റുക, വെറും ഒരു ട്രെയിനിങ് നടത്താതെ അവരെ ഒരു പുതുതലമുറയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രചോദനകരമായിട്ടുള്ള ആ വീടിൻ്റെ ഒരു വെളിച്ചമായി മാറുന്നതിന് വേണ്ടി അവർ സാമ്പത്തിക സുസ്ഥിരത നമുക്കറിയാം ഇന്ന് എല്ലാ രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലേക്കും ആളുകൾ തള്ളിപ്പോകും. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ, സാമ്പത്തിക ഭദ്രത നമ്മുടെ കുടുംബത്തിലും നമ്മളിലും നമ്മുടെ കൈകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സമൂഹത്തിലെ എല്ലാ വനിതകളെയും അവരുടെ സ്വയം പര്യാപ്തമാക്കുന്നതിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും ഇസാഫ് ഫൗണ്ടേഷനും WCCയും സംയുക്തമായിട്ട് ഇന്നിവിടെ നമ്മൾ ഇത്രയും സ്ത്രീകളെ നമ്മൾ ഒരു പരിശീലനത്തിൽ ഏർപ്പെടുകയും ഇവരെല്ലാവരും തന്നെ മുതൽ നമുക്ക് ബൾബിൻ്റെ മെറ്റീരിയൽസ് കൊടുത്ത് അവർ സ്വയം നിർമ്മിച്ച് സ്വയം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അവർ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് ബൾബ് കത്തിച്ച ആളുകളാണ്. വനിതാ സംരംഭകരെ പ്രത്യേകിച്ചും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല പ്രോഗ്രാമുകളും നടത്തി വരുന്നുണ്ട്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഈ അടുത്ത് റാങ്കിങ്ങുകൾ വന്നപ്പോൾ, ദേശീയ റാങ്കിങ്ങുകൾ വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻഡിക്കേറ്റേഴ്സിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന മെഷേഴ്സിൽ രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്ത് വരാൻ നമ്മുടെ കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ നമുക്കൊരു വ്യവസായ വിരുദ്ധമായിട്ടുള്ള ഒരു ഇമേജൊക്കെ വലിയ രീതിയിൽ മാറ്റി ഒരു വ്യവസായ സൗഹൃദ, സംരംഭക സൗഹൃദ സംസ്ഥാനമായിട്ട് മാറുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ടീമുകൾ കുടുംബശ്രീയുടെ ആകട്ടെ, വ്യവസായ വകുപ്പിൻ്റെ ആകട്ടെ ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി വനിതകൾ പുതിയ സംരംഭക സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് സീഡ് ഫണ്ടിംഗ് ഒക്കെ നൽകുവാനുള്ള സ്കീമുകൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും അതൊക്കെ സമൂഹത്തിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ നമ്മൾ വേണ്ടത്ര വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക്
സംശയമുള്ള മേഖലകളുമുണ്ട്. ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും നമ്മളുടെ പല പ്രോഗ്രാമുകളോടും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതേപോലെ നമ്മുടെ സ്കൂളുകളിൽ ബാലജ്യോതി ക്ലബ്ബുകൾ വഴി കുട്ടികൾക്ക് കൃത്യമായ ഓറിയന്റേഷൻ നൽകാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ പല രീതികളിൽ നമ്മുടെ സർക്കാരുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി വകുപ്പും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചു വരുന്നുണ്ട്. പാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.